ഗൈസ്, അങ്ങനെ നമ്മൾ ഇന്നലെ ഫ്രാൻസിൽ നിന്ന് ബെൽജിയത്തേക്ക് എത്തി. പക്ഷെ ഞാൻ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഇനി നമുക്ക് ബെൽജിയം തൊട്ട് തുടങ്ങാം. കാരണം നമ്മൾ കാണലും വീഡിയോ എടുക്കലും പിന്നെ ഇവരെ നമ്മളെല്ലാവരും കൊണ്ട് ഇവരെ നമ്മൾ എല്ലായിടത്തും കൊണ്ട് കാണിക്കേണ്ട. അപ്പം നമ്മൾ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്താണ് കഴിഞ്ഞാൽ അവരൊറ്റപ്പെട്ട് പോകില്ല. അപ്പം ഞാൻ അവരെ കാണിക്കലാണല്ലോ നമ്മുടെ മെയിൻ പ്രയോറിറ്റി. അപ്പം ഇന്നലെ ഞാൻ വീഡിയോ എടുത്തില്ല ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഇന്ന് നമ്മൾ ബെൽജിയത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് കുറച്ച് റിലാക്സ് ചെയ്യണയാണ്. സോ ഞാൻ വിചാരിച്ചു നമുക്ക് ഇന്നത്തെ വീഡിയോസ് നമുക്ക് കവർ ചെയ്ത് പോവാം എന്നുള്ളത്. അപ്പം ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ബെൽജിയത്തെ ബ്രസൽസിലാണ്. ഇവിടെ ഭയങ്കര നോയ്സ് ഉണ്ടായിരിക്കും. ഒരു ക്ലോസ്ഡ് ഒരു മാർക്കറ്റ് അല്ല, ഷോപ്പിംഗ് മോളാണ് കേട്ടോ പണ്ടത്തെ. അപ്പോൾ അവിടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇനി വിശേഷങ്ങൾ നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അവർ ഡയമണ്ട്സ് കാണാൻ പോയി കാണും. ബെൽജിയം കട്ട് ഡയമണ്ട്സ് നമ്മുടെ അവിടെ ഭയങ്കര പ്രസിദ്ധി ആർജിച്ചതാണല്ലോ. സോ അവരവിടെ കാണാൻ പോയിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ന് ബെൽജിയത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്രാൻഡ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കഫേയിൽ കയറിയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പം ഞങ്ങൾ രണ്ടാളും ക്യാപ്പിച്ചീനോ, ഇവർ രണ്ടാളും കോഫിയുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മൾ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട് മുത്തുണ്ണി? പിന്നെ ബെൽജിയം വേഫിൾ ന്യൂട്ടല്ല ടോപ്പിംഗ് ഓർഡർ ചെയ്തിരിക്കുന്നത്. കുറച്ച് ദിവസമായിട്ട് വെയിലില്ലാണ്ട് ഇന്ന് വെയിൽ വന്നപ്പോൾ എല്ലാവരുടെയും മുഖം ചുളിയുന്നുണ്ട്. തെറ്റിപ്പോയി. അങ്ങനെയല്ല, ഇത്ര നേരം മഴക്കാരായിട്ട് പെട്ടെന്ന് വെയിൽ വരുമ്പോൾ എല്ലാവരും മുളകും ചുളിയുന്നുണ്ട്. മുത്തുണ്ണി ഞാൻ പുറത്തിരിക്കാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്താ മഴ പെയ്യുന്നു. പക്ഷേ എങ്കിലും മഴ പെയ്യുന്നില്ല കഴിച്ചത്. സാധനങ്ങൾ എത്തി കഴിച്ചു. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനം അല്ലല്ലോ വന്നേ കഴിച്ചു. പഞ്ചസാര കുറവല്ലേ? പഞ്ചസാര കഴിച്ചാൽ ഇടി കിട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വേണ്ട അല്ലേ? കഴിച്ച ഇടിയാണ് ഇവിടെ. അപ്പം നമ്മുടെ എന്താ വേഫിൾ എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇവിടുത്തെ വേഫിളാണോ ഫോളണ്ടാമിലെ വേഫിളാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്? ഇതാണ് ഫോളണ്ടാമിലെ വേഫിൾ. എനിക്കും തോന്നി. ഞാൻ അവിടെ നിന്ന് കഴിക്കണ ഒരു ടേസ്റ്റ് എനിക്ക് അന്ന് തന്നെ കിട്ടിയില്ല. പക്ഷെ ഇത് കൊള്ളാം. ഇത് വളരെ സോഫ്റ്റ് ആണ്, കുറച്ച് ക്രിസ്പിയാണ്. ഇന്ന് എല്ലാവരും മുഖത്തും ഒരു ചെറിയ വിഷമമുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ ട്രിപ്പ് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ്. പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ട്രിപ്പ് പോകുമ്പോഴും സ്കൂളിൽ നിന്ന് പോകുമ്പോഴും ഒക്കെ അവസാന നിമിഷമാകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, പപ്പയും മമ്മിയും തിരിച്ച് ദുബായിലേക്ക് പോകേണ്ട സമയവും അടുത്ത് വരികയാണ്. അപ്പോൾ അതിൻ്റേതായ വിഷമവും എല്ലാവരും മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അടിച്ചു പൊളിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് ഞങ്ങളുള്ളത് കേട്ടോ. പിന്നെ കുറച്ചിങ്ങ് പോന്നപ്പോൾ നല്ല ഫ്രഷ് സ്ട്രോബെറീസ് കണ്ടു. നമ്മൾ കഴിഞ്ഞ വട്ടം റോട്ടർഡാമിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതേ കമ്പനി തന്നെയായത് കണ്ടപ്പോൾ എന്തായാലും വാങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് തോന്നിയില്ല കേട്ടോ. പിന്നെ എന്തായാലും ഫ്രഷ് സാധനമല്ലേ, പിന്നെ ഫ്രൂട്ട്സും അല്ലേ, അപ്പോൾ നമുക്ക് എന്തായാലും ഹെൽത്തിന് നല്ലതല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് വാരി പറക്കി കഴിച്ചു പോരുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് പപ്പ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ബെൽജിയം ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് ബെൽജിയം ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. എൻ്റെ കൊളീഗിന് കൊടുക്കണം. അവൾ എവിടെ പോയി വന്നാലും എന്തെങ്കിലും കൊണ്ട് എനിക്ക് വരാറുള്ളൂ. ഞാനാണെങ്കിൽ ഒരു സാധനം വാങ്ങാറില്ല. അപ്പോൾ ഈ വട്ടം ഞാൻ എന്തായാലും കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇവർക്ക് ദുബായിലേക്ക് പോകുമ്പോൾ നമ്മുടെ അലിച്ചേട്ടനൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ സഞ്ചി ഫുള്ള് നമ്മൾ ബെൽജിയം ചോക്ലേറ്റ്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഓക്കെ, പോവാം ഗൈസ്. ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടി ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. കാരണം പപ്പയ്ക്ക് അവിടെ ദുബായിൽ പോകുമ്പോൾ അവിടെ ഉള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ചും കൂടി ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഗ്രാൻഡ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഫുൾ സ്വർണം പൂശിയ കെട്ടിടങ്ങളുള്ള നമ്മുടെ ഗ്രാൻഡ് പ്ലേസ് ബ്രസൽസിൽ. അവിടെയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവര് ഭയങ്കര പ്രൗഢിയാർന്ന. ശരിക്കും പറഞ്ഞാലേ നെതർലാൻഡ്സിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഭയങ്കര കൊത്തുപണികളും
അതേപോലെ തന്നെ ഭയങ്കര പ്രൗഢി തോന്നിക്കുന്ന കെട്ടിടങ്ങളൊന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അവിടെയുള്ള ആൾക്കാർ ഭയങ്കര പിശുക്കന്മാരാണ്. അത് അവരെ ആർക്കിടെക്ചറിലും കാണാം. പക്ഷേ പേഴ്സണലി ഞാൻ പറയാൻ കുറച്ചും കൂടി ക്ലീൻനെസ് എനിക്ക് നെതർലാൻഡ്സിൽ തോന്നുന്നുണ്ട്. ഇവിടെയും ടൂറിസ്റ്റുകൾ വന്ന കാരണം കൊണ്ടായിരിക്കാം അത്ര ക്ലീൻനെസ് ഇല്ല. പക്ഷെ ഇവരുടെ കെട്ടിടങ്ങളും അടിപൊളിയാണ്. അങ്ങനെ നമുക്കൊരു നല്ല ഇന്ത്യക്കാരന് കിട്ടി, നമുക്ക് നല്ല 2 ഫോട്ടോയും കിട്ടി. ഇതാരെടുക്കാൻ ഈ ചാക്ക്? ഇപ്പൊ ആർക്കാർക്കും വേണ്ട ഈ ചാക്ക്. വലിയ സ്റ്റൈലാണെന്ന് പറഞ്ഞിട്ട് ഇത് ചാക്ക് ഏക്കാൻ വലിയ സുഖമില്ല. നമ്മളിപ്പോ കാറിലെത്തില്ല, അപ്പൊ കുഴപ്പമുണ്ടാവില്ല. യൂറോപ്പിലെ പല സിറ്റികളുടെ ഉള്ളിലേക്കും കാറും കാര്യങ്ങളൊന്നും കയറ്റാറില്ല അല്ലേ. പക്ഷേ ഇപ്പം നടക്കാൻ സുഖമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ചുറ്റിക്കാണാൻ വേണ്ടിയിട്ട് അവരുടെ ആർക്കിടെക്ചറിന് അനുയോജ്യമായതും അതേപോലെ അവരുടെ ഹിസ്റ്ററീനെ സൂചിപ്പിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള പലതരം വെഹിക്കിളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ഈ സ്ഥലങ്ങൾ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഈ ഒരു സൈക്കിൾ കണ്ടതാണ്. ഈ സൈക്കിളിൽ ഇരിക്കുന്നത് മുഴുവൻ ബെല്ലുകളാണ് കേട്ടോ. ഇതെങ്ങനെയാണ് ഈ അവസാനം ഇരിക്കുന്ന ബെല്ലുകളൊക്കെ അടിക്കുന്നത് എന്ന് എനിക്കറിയുന്നില്ല കേട്ടോ. ഒരു കൊച്ചു മൂത്രം ഒഴിക്കുന്നത് കാണാതിനും അതിന്റെ ഒപ്പം ഫോട്ടോ എടുക്കാനും എത്രമാത്രം ആൾക്കാരാണ് നോക്കി ഇവിടെ. ചെല്ലുമമ്മിയെ കൊച്ചിന്റെ അതെന്താന്ന് വെച്ചാലേ പണ്ട് കാലത്ത് ഇവർക്ക് വാട്ടർ ഫൗണ്ടൈൻ ആയിട്ട് വന്നിരുന്നതാണിത്. അതായത് കുടിവെള്ളമായിരുന്നു. അതൊരു ഫണ്ണി രീതിയിൽ അവർ ചെയ്തതാണ്. പക്ഷേങ്കിൽ ഇപ്പോ അതൊരു വലിയ ലാൻഡ്മാർക്കായി മാറി. അതാണ് ഉണ്ടായത്. പപ്പത്തെ ഉണ്ണിയുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചൂച്ചുള്ള ഉണ്ണി കണ്ട, ചൂച്ചുള്ള ഉണ്ണീനെ വരെ ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. എന്തെന്നാ പറയാല്ലേ. അവിടെ കുറച്ചു നേരം കണ്ടു നടന്ന് കറങ്ങി നടന്ന് നമ്മള് തിരിച്ച് അയ്യോ കുഞ്ഞുമാവകൾ അവിടെ കിടന്നിട്ട് കുഞ്ഞുമാവകള് കുശുമ്പൊന്നുമില്ല ഗൈസ്. അന്നാലും ചെറിയ കുശുമ്പ്. അപ്പൊ നമ്മള് എവിടെ നിന്നാണ് പോകുന്നത്? നമ്മള് ബ്രസൽസ് മറന്നുപോയി. അപ്പൊ നമ്മള് ബ്രസൽസിൽ നിന്ന് ഗ്രൻഡിലേക്ക് വന്നിരിക്കുകയാണ്. കിന്നരപ്പണികളുള്ള നല്ല നല്ല കെട്ടിടങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ബ്രസൽസിൽ മഴ തുടങ്ങി ഗൈസ്. അപ്പൊ ഞങ്ങള് നേരെ ഗ്രൻഡിലേക്ക് വന്നു. ഇവിടെ ഗ്രൻഡിൽ കുറച്ച് വെയിലുണ്ട്. ഇനി ഞങ്ങൾ 3 മണിയൊക്കെ ആവുമ്പോഴേക്കും ആൻവെർബ് പോവാമെന്നാണ് വിചാരിക്കണേ. കാരണം അപ്പോഴാണ് അവിടെ മഴ മാറുള്ളൂ. നമ്മൾ വെതർ അനുസരിച്ച് വേണം സഞ്ചരിക്കാനായിട്ട്. അപ്പൊ ഞങ്ങൾ ഇനി കനാലിന്റെ അവിടെ കൂടി നടക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ പോകുന്ന വഴിയിലാണ് ഇങ്ങനെ സ്ട്രീറ്റ് ആർട്ടുകൾ കണ്ടത് കേട്ടോ. എങ്ങനെയാണ് ഇത്രയും ഫിനിഷിങ്ങിൽ ഇവരത് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ആർട്ടിസ്റ്റുകളുടെ കഴിവാണ് അല്ലോ. അപ്പോൾ അവരുടെ ഇൻസ്റ്റാ ഐഡിയും അതേപോലെ തന്നെ ചെറിയൊരു പെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾക്കിത് നല്ലതുപോലെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും ഇടാം. അതേപോലെ അവർ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യാം. എന്താ പറയുക, ഈ ഒരു വഴി നിറയെ ഇങ്ങനത്തെ പലതരത്തിലുള്ള വർക്കുകളാണ്. പലതും നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പലതും നമുക്ക് കണ്ടാൽ മനസ്സിലാവില്ല. അതായത് ഒരു ആർട്ടിസ്റ്റിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും കേട്ടോ. പക്ഷേ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് കുറച്ച് സമയമെടുക്കും എന്താണ് അതിൽ നിന്നും ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വളരെ നല്ല ഒരു എന്താ പറയുക, നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്ട്രീറ്റ് ആർട്ടായിട്ട് തന്നെ എനിക്കത് തോന്നി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളിത് അങ്ങനെ കുറച്ച് നടന്ന് അവിടെയുള്ള കുറച്ച് കോട്ടകളും അതേപോലെ കനാലും അതിന് ചുറ്റുമുള്ള ഇങ്ങനത്തെ ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം കണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴേക്കും ചെറിയ മഴ തുള്ളി തുടങ്ങി. അപ്പം ഞങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ കടയിൽ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ കടയിൽ കയറി ബർഗർ കിങ്ങിൽ കയറിയിരിക്കുകയാണ്. നമ്മൾ വോപ്പർ അല്ലേ, നമ്മൾ വല്ലതല്ലേ പറയാറ്. ഞങ്ങളതാ പറഞ്ഞിരിക്കണേ. പപ്പയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരെണ്ണെടുത്ത് അങ്ങനെ പപ്പയ്ക്ക് ഏതാ പറഞ്ഞിരിക്കണേ? ഡബിൾ സ്റ്റീക്കാണ് പപ്പയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ റോപ്പറാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ബർഗർ കിങ് ഉള്ള ഏറ്റവും നല്ല ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ ഒരു ലൊക്കേഷൻ. കാരണം കറക്റ്റ് സെൻറ്ററിലാണ് ഇത് വരുന്നതും ഇതിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. അല്ലാത്ത ബർഗർ കിങ്ങുകളൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ അത്ര നല്ല ലുക്കോ അത്ര നല്ല ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ആവണം എന്നില്ല. പക്ഷേ ഇത് നല്ല ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഗ്രൻഡിൽ നിന്നും ആൻവെർബിലേക്കാണ് എത്തിയിരിക്കുന്നത്. അവിടെ താറാപിക്കുന്ന ചെറിയ വെയിലൊക്കെ വന്നു. നമുക്ക് വെള്ള മേഘക്കെട്ടുകൾ കാണാം, നല്ല പച്ചയിലയുണ്ട്. ശരിക്കും യൂറോപ്പ് നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അതൊരു സണ്ണി ഡേ ആയിരിക്കണം. അപ്പോഴാണ് ഫുൾ ബ്യൂട്ടി നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ.
ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ആൻവെർബിലെ റെയിൽവേ സ്റ്റേഷന്റെ മുൻപിലാണ്. ശരിക്കും ഒരു പാലസ് പോലെ തോന്നും എന്നുണ്ടെങ്കിലും ഇത് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ. ഞാൻ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, യൂറോപ്യൻസ് എപ്പോഴും അവരുടെ റെയിൽവേ സ്റ്റേഷൻ ഭയങ്കര പ്രൗഢിയിലാണ് നിർമ്മിക്കുക. വേറൊന്നല്ല, ബാക്കിയുള്ള രാജ്യക്കാർ ഈ രാജ്യത്തേക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവർ ആദ്യമായി കാലുകുത്തുന്നത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. സോ അവരുടെ പ്രൗഢി ബാക്കിയുള്ള രാജ്യക്കാരുടെ മുൻപിൽ എടുത്തു കാണിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അവരുടെ റെയിൽവേ സ്റ്റേഷൻ. സോ ബെൽജിയത്തെ ഏറ്റവും നല്ല റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഈ ആൻവെർബ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നമ്മുടെ ഗ്രാൻഡ് യൂറോ ട്രിപ്പിന്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ആൻവെർബിലാണ്, ആൻവെർബ് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്നും എനിക്കറിയാം, ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ഇവരെ മാച്ച് നടക്കൽ ഞാൻ എൻ്റെ പടി ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് ഞാനാണല്ലോ ലോക്കൽ ഗൈഡ്, അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എനിക്കാണല്ലോ. അപ്പം ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുത്ത് നടക്കായിരുന്നു. അപ്പം ഞാൻ ഇന്നും വീഡിയോസ് അധികം എടുത്തിട്ടില്ല. ബട്ട് ഇതെല്ലാം കൂടി കോർത്തിണക്കി എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാനൊരു ഒരു വ്ളോഗായിട്ട് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അവരെ നമ്മൾ ഹാപ്പി ആക്കുക, അവരെ ഹാപ്പിനെസ് കാണുമ്പോൾ ഞാനും ഹാപ്പി ആകുക, ഇതൊക്കെയാണല്ലോ ഒരു ഹാപ്പി. നീ ഹാപ്പി ആണോടാ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഏകദേശം 2.5 മണിക്കൂറിൻ്റെ ജേണിയാണ് നമുക്ക് ആംസ്റ്റർഡാമിലേക്കുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. അവരുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ എടുത്ത് മരിക്കുകയാണ് കഴിച്ച്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിന് മുമ്പ് ഐസ്ക്രീം കഴിക്കണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, വല്ലതും കിട്ടുകയാണെങ്കിൽ കഴിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടാ. അങ്ങനെ വലിയ ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളെത്തി. വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ആർക്കും. എല്ലാ സാധനങ്ങളും വീട്ടിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആകെ മൊത്തം അലങ്കോലമാക്കിയിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ. ഇനി ഇത് ഓരോന്ന് ഒതുക്കി പറക്കി വീട്ടിലോട്ട് കയറ്റണം.